ചായ കുടിക്കും മോളെ. ഇതൊക്കെ ഉണ്ട്, കട്ട്ലറ്റ് ഒക്കെ ഉണ്ട്, സമൂസൊക്കെ ഉണ്ട്. വായോ. എനിക്ക് വേണ്ടെന്നല്ല പറഞ്ഞേ. കടിയൊക്കെ ഉണ്ട് മോളെ, ഇതൊക്കെ കൂട്ടി കുടിച്ചോ. എനിക്ക് വേണ്ട. ഹലോ മോളെ സൈനു. ഹലോ. ഉമ്മ വിളിച്ചപ്പോ മീറ്റിങ്ങിലായിരുന്നു. മോള് വല്ലതും കഴിച്ചാ? മോള് വല്ലതും കഴിച്ചോ? എന്താ കഴിച്ചേ? ഉമ്മ എന്തിനാ ഏതായാലും വിളിക്കുന്നത്? ഞാൻ മീറ്റിങ്ങിലാണ്. ഉമ്മ വെറുതെ വിളിച്ചതാ. മോള് മീറ്റിങ്ങിലെന്നുള്ള ഉമ്മ അറിഞ്ഞില്ല. വിശേഷം അറിയാൻ വേണ്ടി ഉമ്മ വിളിച്ചത്. എന്താവോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഉമ്മ. മോൾക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ലേ മോൾക്ക് കൂടുതൽ ഇഷ്ടം. അത് മോള് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. തള്ളക്ക് വിളിക്കാൻ കണ്ട നേരം വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. ഉമ്മക്ക് നല്ല സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഉമ്മക്ക് പഴയ പാട്ടുകൾ കേൾക്കാനുള്ള റെഡിയാ. ശരി മോളെ, സന്തോഷായിട്ടാണ്. എന്റെ പൊന്നുമ്മനും മോളില് നീ ഇപ്പൊ ഇല്ലാണ്ടൊക്കെ ഞാൻ എൻ്റെ മോളൊക്കെ നോക്കി വളർത്തി ഇത്രമിലൊക്കെ ആക്കിയില്ലേ. അപ്പൊ അതുകൊണ്ടൊക്കെ ഉള്ള വിഷമങ്ങളും ഉമ്മാക്കൊക്കെ ഉണ്ടാവൂലേ എന്നെ കണ്ടില്ലെങ്കിലൊക്കെ. ഞാൻ ഉമ്മാനെ പൊന്നു പോലെ നോക്കും. ഉമ്മാനെ എനിക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഉമ്മാനെ ഞാൻ ഒറ്റയ്ക്ക് ആക്കില്ല. സംസിട്ട് പാടില്ല, പനിക്കുന്നുണ്ട്. നമ്മുടെ വല്ല മരുന്ന് വരുന്നതാണ്. വേണ്ട മരുന്നാണോ? കുറച്ചനെ എൻ്റെ മോളൊന്ന് വന്നെങ്കിൽ ചൈനോ, എൻ്റെ മോളൊന്ന് വന്നെങ്കിൽ മോളെ നമുക്ക് തീരെ വയ്യ. എനിക്ക് വയ്യാതാണ്ടായാലേ, ഞാനില്ലാണ്ടായാലും എൻ്റെ മോൾക്ക് ആരുമില്ല. അന്നുണ്ടല്ലോ അല്ലേ അതൊരു ധൈര്യം. നമുക്ക് തീരെ വയ്യ. ഓ മോളെ ചൈനോ, മോളൊന്നും ഇങ്ങോട്ട് വരുമോ? മോളെ ഉമ്മാക്ക് തീരെ വയ്യ മോളെ. ഡ്രസ്സ് മാറ്റാൻ സമ്മതിക്കില്ലേ? ഏത് നേരവും സൈനു സൈനു സൈനു. അടുത്തു. വെള്ളം വാങ്ങെടുത്തരാ. വേണ്ട മോളെ, വെള്ളമൊന്നും വേണ്ട. ഓഫീസിലല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളാ, തലവേദനക്കിനി. ഉമ്മ ചായ എടുത്ത് തരട്ടെ? എനിക്ക് ചായ വേണ്ട. എന്താ മോളെ ചായ വേണ്ടാന്ന് പറയുന്നത്? വേണ്ടാത്തോണ്ട് മതിയായി, ഞാൻ ഓർഡർ ചെയ്ത് വെച്ചോളാം. എന്തിനാ മോളെ ചായ ഇവിടെ ഉള്ളപ്പോ ഓർഡർ കൊടുത്ത് ചായ മേടിക്കണത്? ഞാനൊരു കാര്യം പറയട്ടെ? എന്തുട്ടാ മോളെ? ഉമ്മയുടെ നല്ലതിന് വേണ്ടിയാ. എന്താണ് മോളെ പറയ്. ഇനിയുടെ ഒറ്റയ്ക്ക് താമസിക്കണ്ട. ഉമ്മ എവിടെ പോണു പിന്നെ? ഉമ്മാക്ക് വേണ്ടി ഒരു വൃദ്ധസദനം കണ്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പേരുണ്ടാവും. സംസാരിക്കാനും എല്ലാത്തിനും ഒരുപാട് ആൾക്കാരുണ്ടാവും. അതല്ല നല്ലത്? ശരിയാ മോള് പറയണത്. ശരിയായിട്ടാ ഉമ്മാക്ക് അത് തോന്നണത്. പക്ഷെ ഇത്ര കാലം നിനക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. ഈ വീടും എനിക്ക് ഏറ്റവും വലിയ ജീവനായിട്ടുള്ള വീടാണ് മോളെ. ഇതൊരിക്കലും എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല മോളെ. നീ എവിടെ കൊണ്ടാക്കിയാലും ശരിയാ, ഈ വീട് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല എനിക്ക്. എൻ്റെ മോളെ കാണാണ്ട് ഒരു നിമിഷം പോലും ഉമ്മാക്ക് ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും ഉമ്മാക്ക് മോളെ കാണണം. എൻ്റെ മോളെ കാണാണ്ട് ഒരിക്കലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതാണ് ഉമ്മാക്ക് ഏറ്റവും വലിയ ആഗ്രഹം. പൊക്കോളാം മോളെ.
തള്ള കുറെ നേരമല്ലേ വിളിക്കണ, എടുത്ത് നോക്കാം. ഹലോ, ഞാൻ പിന്നെ വിളിക്ക. അത്യാവശ്യ കാര്യത്തില, കുറച്ചിട്ട് വിളിക്ക, പിന്നെ വിളിക്ക. വെക്കി. ഉമ്മ എന്നിട്ട് ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്നുകളൊക്കെ കഴിക്കണ്ടേ നമുക്ക്? വേഗം എഴുന്നേൽക്ക്. വേഗം എന്നിട്ട് നമുക്ക് കുളിച്ച് വൃത്തിയാവണ്ടേ? ഉമ്മ, ഉമ്മ, പൊന്നു മോള് വന്നുപ്പാ. മോള് വന്നു, കണ്ടു പറഞ്ഞു പൊന്നുമ്മ. ഞാൻ വന്നു, മോള് സൈഡ് വന്നു. നമ്മളെ നടക്കാൻ പഠിപ്പിച്ച കൈകളെ അവശരാകുമ്പോൾ തളരുത്. വൃദ്ധാവസ്ഥ ഒരു ശാപമല്ല, അത് നാളെയുടെ നമ്മുടെ മുഖമാണ്. ഇന്ന് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നു, നാളെ സമയം നിങ്ങളെയും മറക്കില്ല. അവർക്കൊരു മുറി വേണ്ട, ഒരു ഹൃദയം മതി. നിങ്ങളുടെ ആദ്യ ചുവടുകൾ പിടിച്ച കൈകൾ ഇന്ന് നടക്കാൻ പോലും നിങ്ങളെ കാത്തിരിക്കുന്നു. നാളെ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വാർദ്ധക്യം ബാധിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കൊരു ഫോൺ കോളിന് സമയമില്ല, പക്ഷേ അവർക്ക് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കേണ്ടി വരുന്നു. മാതാപിതാക്കളെ ജീവനോടെ സ്നേഹിക്കൂ, അവരില്ലാത്തപ്പോൾ ലോകം ശൂന്യമാകും. വൃദ്ധാവസ്ഥ ഭാരമല്ല, അവഗണനയാണ് ഭാരമായത്. ഒരു ദിവസം നിങ്ങളും ഒരു ബാധ്യത ആകാതിരിക്കാൻ ഇന്ന് തന്നെ മാറും.